കോഴിക്കോട് കക്കാടംപൊയിൽ ജീപ്പ് മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. കൊടുവള്ളി വട്ടോളി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് വിവരം. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കക്കാടംപൊയിലിൽ വാഹനം ഇറങ്ങി വരുന്നതിൽ അതൊരു വളവാണ്, വളവും ഒപ്പം തന്നെ ഇറക്കമുണ്ട്. അവിടെയാണ് 1-ാം വളവിലാണ് ഈ അപകടമുണ്ടായത്. ജീപ്പ് താഴേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് വലിയ രീതിയിലുള്ള അപകടമുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ അപകടത്തിൽ കാര്യമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ വാഹനം നിൽക്കുന്നത് തങ്ങി നിൽക്കുകയാണ്. താഴേക്ക് പതിച്ചെങ്കിലും ആ വാഹനം തങ്ങി നിന്നതിനാലാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ കൊടുവള്ളി വട്ടോളി സ്വദേശികളാണ്. നിഹാല്, ഷാദിൽ, നിഹാൽ, ജസീല്, സിയാദ് എന്നിങ്ങനെ 6 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഒരാളുടെ മൂക്കിന് പരിക്കുണ്ട്, അതുപോലെ തന്നെ പോറലേറ്റിട്ടുണ്ട്, ശരീരത്തിൽ മുറിവുകളുണ്ട്. പക്ഷേ ആരുടെയും ഗുരുതരമായ പരിക്കല്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരെല്ലാം തന്നെ എത്തുകയും വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഇപ്പോൾ അവരെ മുക്കത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ പരിശോധന എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അവർക്ക് പ്രാഥമിക ചികിത്സ മാത്രം നൽകിയാൽ മതി. മറ്റു തരത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഏതായാലും വാഹനം ഇപ്പോൾ ഇതിന്റെ ചുരത്തിന്റെ ഭാഗത്ത് തങ്ങി നിന്ന ഒരു പശ്ചാത്തലത്തിലാണ് വലിയ ഒരു അപകടം ഒഴിവായത്. അത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഉന്മേഷ്, സമീർ, ആരുടെങ്കിലും പരിക്ക് ഗുരുതരമുള്ളതാണോ? ഉന്മേഷ്, 6 പേരാണ് ഉണ്ടായിരുന്നത്. 6 പേരുടെയും പരിക്ക് ഗുരുതരമല്ല. അതിൽ ഒരാൾക്ക് മൂക്കിന് പരിക്കുണ്ട്. എന്നാലും അതൊരു പ്രാഥമിക ചികിത്സ മാത്രം നൽകിയാൽ മതി. മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഈ സംഭവം അത് ഇറക്കം ഇറങ്ങി വരികയാണ്. വളവ് തിരിഞ്ഞ് ഇറക്കം ഇറങ്ങി വരുന്നതിനിടയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുകയായിരുന്നു. അങ്ങനെയാണ് അത് താഴേക്ക് പതിച്ചത്. താഴേക്ക് പതിച്ചുവെങ്കിലും മറ്റു തരങ്ങളിലേക്ക്, അതായത് വാഹനം അവിടെ നിന്ന് തങ്ങി നിന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ തങ്ങി നിന്നതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത്. താഴേക്ക് പതിക്കുകയായിരുന്നു എങ്കിൽ അത് വലിയൊരു ദുരന്തമായി മാറുമായിരുന്നു. പക്ഷേ അത് അവിടെ തങ്ങി നിന്നു. അതിൻ്റെ പിന്നാലെ തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടൻ രക്ഷാപ്രവർത്തനം സജീവമായി. നാട്ടുകാരുടെയും അതുപോലെ തന്നെ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു അതിൻ്റെ രക്ഷാപ്രവർത്തനം. ഉടൻ തന്നെ 6 പേരെയും മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ അവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ വാഹനം തങ്ങി നിന്നു എന്നുള്ളത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. ആർക്കും ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഉന്മേഷ്, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.